നമ്മൾ ഇന്നുള്ളത് പാനിയാൽ പോരാണ്. കൊച്ചിയിൽ നിന്നൊക്കെ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഒരു പ്ലേസ് ആണ്. 60 രൂപയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് വരുന്നത്. പിന്നെ 15 രൂപ പാർക്കിംഗ് ഫീ വരുന്നുണ്ട്. കാടിന്റെ നടുവിലൂടെ കുറച്ച് നടക്കാനും ഉണ്ട്. ഇടക്കിടക്കായിട്ട് ഈ സാധനം കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നോ ആൾക്കാരുണ്ട്. ഇത്രയും നേരം ഒറ്റ മനുഷ്യനെ കാണുന്നുണ്ടായിരുന്നില്ല. ഇവിടത്തെ എപ്പോഴേക്കാണ് കുറച്ച് ആൾക്കാരൊക്കെ കണ്ടുകൊണ്ട് വരുന്നത്. ആൾക്കാരെ കാണിക്കുന്ന ഒരു സമാധാനം. എവിടെ പോയിട്ടാണെങ്കിലും അതെ, എപ്പോഴും നമ്മൾ പോകുന്നിടത്തിൽ ഒറ്റ മനുഷ്യനുണ്ടാവില്ല. നടന്നിങ്ങനെ വരുമ്പോൾ ദേ ഇവിടെ ഒരു ഏർമാടമുണ്ട്. പക്ഷേ അതിൻ്റെ മേളിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദേ പാറക്കെട്ടുകളും ഇങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെ വേണം പോകാൻ. അപ്പോൾ നോക്കിയും കണ്ട് നടക്കണം. പല രീതിയിലുള്ള അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. സ്ലിപ്പ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഹീൽസ് കിട്ടുകൊണ്ട് പ്രത്യേകിച്ച് വരാൻ നിൽക്കരുത് ഇവിടെ. പിന്നെ ദേ ഈ കാണുന്ന പാലമില്ലേ, ഇതിൻ്റെ നടുക്കൂടി നടക്കാണ്ട് വല്ലാത്തൊരു വൈബാണ് കേട്ടോ. ഇത് ഏർമാടത്തിൻ്റെ മേളിൽ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ പാലോ ഇതിൻ്റെ പരിസരമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഏർമാടത്തിൽ കയറാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണ്. പിന്നെ ആ പാലത്തിൻ്റെ മേളിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ ദേ വേലത്തോടി കുറച്ചാണ് നടന്നു കഴിയുമ്പോഴേക്കും ദേ ഒരു ചെറിയൊരു വാട്ടർഫോൾ കാണും. ആ സാധനം അലച്ചു തല്ലി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പോരെന്നൊക്കെ പറയണേ. എനിക്ക് കറക്റ്റായിട്ട് അറിയാനൊന്നും പാടില്ല. നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലാണ്. നടന്ന് അവശതയായിട്ടിരിക്കുന്നതാണ് ആ കാണുന്നത്. എന്നിട്ട് നമ്മൾ നേരെ ദേ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഇതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങാൻ പറ്റണത്. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ കുഞ്ഞു മീനൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇവിടുത്തെ ടൈമിംഗ് വന്നത് 8 മണി തുടങ്ങി വൈകുന്നേരം 4 മണി വരെയാണ്. ഇതേ പിന്നെ ഈ വീടുകളിൽ തന്നെ പോണ വഴിക്ക് കടകളും കാര്യങ്ങളും ഉണ്ട്, കാടിൻ്റെ ഉള്ളിൽ തന്നെ. എന്നിട്ട് നമ്മളവിടെ ചായ കുടിച്ചിട്ട് ഇറങ്ങണതാണ്. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.